നമ്മൾ ഒരുപാട് സംസാരങ്ങൾ കേൾക്കാറുണ്ട് അല്ലേ? നമ്മുടെ ചുറ്റുവട്ടത്തു നിന്നും ഒരുപാട് ശബ്ദങ്ങളെയും കേൾക്കാറുണ്ട്. ഇതിൽ എത്രത്തോളം നമ്മൾ മാനസികമായിട്ട് ഇൻവോൾവ് ചെയ്യാറുണ്ട്? എൻ്റെ കൂടെ നിൽക്കുന്ന ആളെ, എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആളുടെ സംസാരത്തെ സശ്രദ്ധം കേൾക്കുകയും അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി എടുത്തതിന് ശേഷം അവർക്ക് റിപ്ലൈയോ റെസ്പോൺസുകളോ കൊടുക്കുന്ന ഒരവസ്ഥ നമ്മൾ എടുക്കാറുണ്ടോ? എന്നോടൊരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സംസാരിക്കുന്ന ആളുടെ മനോഭാവം എന്തായിരിക്കും? ഇനി ഞാനൊരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അയാൾ മൊബൈലിൽ കളിച്ചിരിക്കുക, അല്ലെങ്കിൽ മുഖം തരാതിരിക്കുക, അവർ നമ്മളുടെ മുഖത്തേക്ക് നോക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണെങ്കിൽ നമുക്ക് അയാളോട് എത്രത്തോളം സംസാരിക്കാൻ കഴിയും? നമ്മൾ തന്നെ പറയാറില്ലേ പലപ്പോഴും പരാതികളായിട്ട്, അവർക്കൊരു മുഖമില്ല, അവൾ മുഖം തരൂല, അവർ വേറെ ഏതോ ലോകത്താണ് എന്ന് നമ്മൾ തന്നെ പറയാറില്ലേ? അതുകൊണ്ട് നമുക്ക് നമ്മളെ തിരുത്താൻ പറ്റുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, എന്നോട് സംസാരിക്കാൻ വരുന്ന ആൾക്ക് എൻ്റെ മുമ്പിലുള്ള സകല പ്രവൃത്തികളെയും മാറ്റി നിർത്തിക്കൊണ്ട് അവർ പറയുന്ന സമയത്ത് അവർക്ക് മുഖം കൊടുക്കാൻ കഴിയും. ഇങ്ങനെ നിങ്ങൾ മുഖം കൊടുത്ത് തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ചുറ്റുപാടുള്ള ആളുകൾ നിങ്ങളോട് സംസാരിച്ച് തുടങ്ങും. അവർക്ക് അവരുടേതായ വിഷമതകളും സങ്കടങ്ങളും സന്തോഷങ്ങളും സന്താപങ്ങളും എല്ലാം പങ്കുവെക്കാനുണ്ടാവും. നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മളെ കേൾക്കുന്ന ഉൾക്കൊള്ളുന്ന ഒരു കക്ഷിയോട് സംസാരിച്ചിരിക്കുമ്പം അത് നല്ല രസമുള്ള കാര്യമായിരിക്കും. ആ ബന്ധം വളരെ ബോണ്ടായിട്ട് മാറും. ശക്തമായ ഒരു സൗഹൃദ ബന്ധം അവർക്കിടയിൽ ഉണ്ടാക്കപ്പെടും. നമുക്ക് ബന്ധങ്ങളെ ഊഷ്മളമാക്കാൻ, സുന്ദരമാക്കാൻ ഏറ്റവും അനിവാര്യമായിട്ട് വേണ്ട ഒരു രീതിയാണ് ആക്റ്റീവ് ലിസണിങ്. ശ്രദ്ധയോടുകൂടെ അവരെ കേൾക്കുക എന്നത്, അവർ പറയുന്ന കാര്യങ്ങളുടെ ആഴങ്ങളെ, വിഷമതകളെ, ഡെപ്തുകളെ മനസ്സിലാക്കുക എന്നത്. ഈ സ്വഭാവം നമ്മളെല്ലാവരും കൈവരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അറ്റ്ലീസ്റ്റ് തൻ്റെ കുഞ്ഞുങ്ങളായാലും തൻ്റെ കുടുംബക്കാരായാലും തൻ്റെ ഫാമിലി മെമ്പേഴ്സായാലും തൻ്റെ സുഹൃത്തുക്കളായാലും തൻ്റെ കുട്ടികളായാലും ആര് തന്നെ ആവട്ടെ, നമ്മുടെ ബന്ധത്തിലുള്ള തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യൻ പറയുന്ന ഏറ്റവും ചെറിയ കാര്യത്തെ അതിൻ്റെ വിലമതിപ്പോടുകൂടെ കേൾക്കാനുള്ള കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ചിലപ്പോൾ അതിന് നമുക്ക് അവർ പറയുന്ന പരാതികൾക്ക് മറുപടികളെല്ലാം കൊടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല, പക്ഷെ കേൾക്കുക എന്നത് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ അവരെ ശ്രദ്ധാപൂർവം കേൾക്കുക. നമ്മുടെ കേൾവിയെ അത്തരത്തിലേക്കാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ മനുഷ്യരുടെ ഇടയിലുള്ള ബന്ധങ്ങളെ ഊഷ്മളമാക്കിയെടുക്കാൻ കഴിയും. നിങ്ങൾക്ക് ആരോടെങ്കിലും മാനസികമായിട്ടൊരു അകൽച്ച തോന്നുന്നുണ്ടെങ്കിൽ ഒരല്പസമയം അവരെ ഒന്ന് കേൾക്കാൻ ശ്രമിച്ചാൽ മതി. എന്താണോ നിൻ്റെ വിശേഷം, എന്താടി നിൻ്റെ വിശേഷം, സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് മറുപടി പറഞ്ഞ് ഒതുക്കാറുള്ളവർ പോലും എന്നാലും എന്തെങ്കിലും ഒരു കാര്യം സ്പെസിഫൈ ചെയ്ത് ചോദിച്ചാൽ അവരതിൻ്റെ ഡെപ്തിലേക്ക് അവർ നമ്മളോട് സംസാരിച്ച് തുടങ്ങും. ആ സംസാരിക്കുന്ന സമയത്ത് അവരെ പരിഹസിക്കാനോ കുറ്റപ്പെടുത്താനോ കളിയാക്കാനോ ഒന്നും പോകണ്ട. ജസ്റ്റ് അവർ പറയുന്ന കഥകളെ നമ്മളങ്ങനെ കേട്ടുകൊടുക്കുക. ഒരുപക്ഷെ ആ കേൾവി മാത്രം മതിയാവും അവരുടെ മാനസിക ഭാരങ്ങളെ കുറക്കാൻ. നമുക്ക് കാഴ്ചയും കേൾവിയും തന്നത് ഹൃദയത്തിലേക്ക് കണക്ട് ചെയ്യുവാനും കൂടെയാണ്. കാഴ്ചയും കേൾവിയും കൊണ്ട് ഒരാളെ നമുക്ക് ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് വെറുതെ അല്ലേ? സോ നമ്മളെല്ലാവരും ആക്റ്റീവ് ലിസണേഴ്സായിട്ട് മാറാൻ ശ്രമിക്കുക. അത് വളരെ സിമ്പിളായ കാര്യമാണ്. നമുക്കെല്ലാവരുടെയും ഹൃദയങ്ങളെ കൈവരിക്കാനുള്ള കഴിവുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.